ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടിനേറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾ തംബ്നൈലിൽ കണ്ടതുപോലെ തന്നെ ടീമൂന്ന് ഞാൻ കുറച്ചധികം സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ചായല്ലേ നമ്മൾ ടീമു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് അടുത്തൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് പാക്കിങ് ഒരു 3 കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു. 4 കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഹാൻഡ് സോക്സ് ആണ് കേട്ടോ. അന്ന് ഞാൻ ടീമൊന്ന് വാങ്ങിച്ചത് നല്ല ഒരു ക്ലോത്തിങ് മെറ്റീരിയൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീടും ഈ ഒരു ഹാൻഡ് സോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു 3 or 2 അങ്ങനെയാണ്, 2 dirhams or 3 dirhams ആണ് ചാർജ് വരുന്നത്. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മിനി കലണ്ടറാണ്. പക്ഷെ ഞാൻ ആപ്പിൽ കാണുമ്പോൾ ഇതിന് കുറച്ചധികം വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് ചെറുതാണ്, ഒരു കുഞ്ഞ് മിനി കലണ്ടർ. പിന്നെ വന്നിട്ട് ഗിഫ്റ്റ് ബാഗാണ്. ഇതാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഗിഫ്റ്റ് ബാഗ്. ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ഒരു വാട്ടർ പ്രൂഫ് ടേപ്പാണ് കേട്ടോ. പിന്നെ വന്നിട്ട് താങ്ക് യു കാർഡാണ്. താങ്ക് യു എന്ന് വരുന്ന ഒരു ചെറിയ സ്റ്റിക്കറാണ്. താങ്ക് യു നമുക്ക് എന്നിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സാണ്. പിന്നെ വന്നിട്ട് കുറച്ച് അധികം ഹെയർ ബാൻഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ഒരു ഫ്ലവർ പോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആപ്പിൽ കാണുമ്പോൾ വലിയ സൈസാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചു. പിന്നെ ഗിഫ്റ്റ് ബാഗാണ്. ഈ ഒരു ബോക്സിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ്. ഇത് നമ്മളെ കിച്ചണിലൊക്കെ വെക്കുന്ന സൈസിലുള്ള ഒരു സ്റ്റാൻഡാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇതിന് റേറ്റ് വരുന്നുണ്ട്. എന്നാലും 10 dirhamsന് താഴെയല്ല, ഇതിന് 20 something എങ്ങാനും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് ഇനി ഫിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ബോക്സിലുണ്ടായിരുന്നത് കിച്ചണിൽ വെക്കുന്ന തന്നെയാണ്. നമ്മൾ വാഷ് ചെയ്യുന്ന ലിക്വിഡും കാര്യങ്ങളും സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബാസ്ക്കറ്റ് പോലുള്ള സംഗതിയാണ്. അപ്പോൾ ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് കുറച്ച് ക്രീപ്പി പേപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഒരു റാക്കാണ് കേട്ടോ. ഈ ഒരു ഇതിൽ വരുന്നത് ഞാനത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് അതിന് ഒരു 2-3 weeks ഒക്കെ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഒരു 1 week കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും ഞാൻ മറന്നു പോയിട്ടില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഒരു റാക്കാണ്. പക്ഷേ ക്വാളിറ്റി തീരെ കുറവാണ്. സാധാരണ പ്ലാസ്റ്റിക് റാക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡാണ്. ഇത് വാച്ച് സ്റ്റാൻഡാണ്. വാച്ച്, നമുക്ക് പെർഫ്യൂമൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള വാച്ച് സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ പ്രൈസിന് വർത്താണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അടിയിൽ ഇതുപോലെ വെച്ചിട്ട് പെർഫ്യൂമൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാം. മുകളിലൊക്കെ വാച്ച് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കിച്ചൺ സ്റ്റാൻഡ്. അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.